മദ്രസ 9ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 9ാമത്തെ ചാപ്റ്ററാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ചികിത്സ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ആവശ്യം വരുന്നതാണ്. രോഗമായാൽ ചികിത്സിക്കാനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ആരോഗ്യം വളരെ പ്രധാനമാണ്. രോഗം വരാതെയാണ് നോക്കേണ്ടത്. രോഗം വന്നാൽ പിന്നെ അപകടകരമായ അവസ്ഥയിൽ അങ്ങനെ തുടർന്നു പോവുകയല്ല ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സിക്കുക. ചികിത്സ ലഭ്യമാണ് എന്ന് ഇസ്ലാം നിർദ്ദേശം നൽകുന്നതും കാണാം. ചികിത്സ ഏതൊരു രോഗം ഉണ്ടെങ്കിലും അതിനൊക്കെ ചികിത്സയുണ്ട്. ചികിത്സിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അൽ വഹ്ദത്തു താസിയ 9ാമത്തെ ചാപ്റ്റർ അത്തദാവി ചികിത്സ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തദാവൂ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ, രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജൽ ലം യളഅ ദാഅൻ, അല്ലാഹു ഒരു രോഗം ഇറക്കിയിട്ടില്ല, ഇല്ലാ വളഅ ലഹു ദവാഅൻ, അതിന് മരുന്ന് കൂടി ഇറക്കിയിട്ടല്ലാതെ. അപ്പോൾ രോഗത്തിന് മരുന്നുണ്ട്. ഗൈറ ദാഇൻ വാഹിദ്, ഒരു രോഗമൊഴികെ. അൽ ഹറം, വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ മരണത്തിന് ചികിത്സയില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ത്തിനല്ലാത്ത രോഗങ്ങൾക്കെല്ലാം ചികിത്സയുണ്ട്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗം സന്ദർശിക്കാറുണ്ട്. ബഅദ അഹ്ലിഹി, തന്റെ വീട്ടുകാരിൽ ചിലർക്ക്. അങ്ങനെ രോഗമായാൽ നബിതങ്ങൾ ചെന്ന് സന്ദർശിക്കുകയും യംസഹു ബിയദിഹിൽ യുംന, വലത്തെ കൈകൊണ്ട് തടവി കൊടുക്കും. വയഖൂലു, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ കൂടെ പറയും, അല്ലാഹുമ്മ റബ്ബൻ നാസി, അല്ലാഹുവേ, റബ്ബൻ നാസി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, അദ്ഹിബിൽ ബഅസ, നീ ഈ പ്രയാസം നീക്കി കൊടുക്കണേ. വഷ്ഫി, രോഗത്തിന് ശമനം നൽകണേ. അൻത ഷാഫി, നീയാണ് യഥാർത്ഥത്തിൽ രോഗശമനം നൽകുന്നത്. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക്, നിന്റെ ചികിത്സയല്ലാത്തൊരു ചികിത്സയും ഇല്ല. ഈ ലോകത്ത് ആര് എന്ത് എങ്ങനെ ചികിത്സിക്കുകയാണെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ, ഒരു പ്രയാസം ബാക്കി വെക്കാത്ത ശമനം, ഒരു രോഗാവസ്ഥ ബാക്കി വെക്കാത്ത ശമനം നൽകണേ എന്നർത്ഥം വരുന്ന അല്ലാഹുമ്മ റബ്ബൻ നാസി അദ്ഹിബിൽ ബഅസ വഷ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഇങ്ങനെ അല്ലാത്ത റിവായത്തും കാണാം. ഇതൊരു റിപ്പോർട്ടാണ്. ഇനി ചികിത്സാ രീതികൾ. സൂറത്തിന്റെ ജമാണ് സുവർ തദാവി, ചികിത്സയുടെ രീതികൾ. അസ്വിഹത്തു വൽ മറദു മിൻ ഖളാഇല്ലാഹി തആല, ആരോഗ്യവും രോഗവും അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. ഫയംബഗി ശുക്രു അലൽ അവ്വലി, ഒന്നാമത്തേതിന് ശുക്ർ ചെയ്യൽ അനിവാര്യമാണ്. ഒന്നാമത്തെ ആരോഗ്യത്തിന് ശുക്ർ ചെയ്യണം. വസ്വബ്റു അലത്താനി, രണ്ടാമത്തെ രോഗത്തിന് ക്ഷമിക്കണം. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ നിലപാട്. വലാക്കിൻ, എങ്കിലും, യുസന്നു തദാവി, ചികിത്സിക്കുകയും വേണം. രോഗമായാൽ അക്ഷമ കാണിക്കുന്നതിന് പകരം ചികിത്സിക്കണം. ചികിത്സയുടെ വിധി എന്താ? സുന്നത്ത്. വയജൂസു ഖബൂലു തുബ്ബിൽ കാഫിരി വസ്ഫിഹി, വയജൂസു അനുവദനീയമാണ്, ഖബൂല് സ്വീകരിക്കൽ, തുബ്ബ് ചികിത്സ, അൽ കാഫിർ അവിശ്വാസിയുടെ ചികിത്സ സ്വീകരിക്കാം. വസ്ഫിഹി, അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ സ്വീകരിക്കാം. രോഗത്തെക്കുറിച്ച് ഇന്നതാണ് ഈ രോഗം എന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണം അത് സ്വീകരിക്കാം. വത്തദാവി ബി നജസിൻ ഗൈരി ഖംദിൻ, വത്തദാവി ചികിത്സിക്കൽ അനുവദനീയമാണ്. ബി നജസിൻ, നജസായ വസ്തു കൊണ്ടും, ഗൈരി ഖംദിൻ കള്ളല്ലാത്ത, അപ്പോ കള്ളല്ലാത്ത മറ്റു പലതുകൊണ്ടും ചികിത്സകൾ ഉണ്ടാകാം. വബി ഖംദിൻ മുസ്തഹ്ലക്കത്തിൻ, അതുപോലെ കള്ള് ചേർന്ന
മുസ്തഹലക്കത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൽ ചേർന്നത്, ആൽക്കഹോൾ ഉള്ള ചില ഒരു മരുന്നൊക്കെ ഉണ്ടാവില്ലേ, അത് അനുവദനീയമാണ്. ഫീ ദവാ ഇൻ ആഖർ, മറ്റൊരു മരുന്നിൽ ഈ ആൽക്കഹോൾ ചേർന്നത് അനുവദനീയമാണ്. ഇൻ തഅയ്യന കുല്ലും മിൻഹുമാ ദവാഅൻ നാഫിഅ, ഇൻ തഅയ്യന അത് വ്യക്തമായാൽ, കുല്ലും മിൻഹുമാ ഈ പറഞ്ഞത് ഈ രണ്ടും, അത് കള്ളല്ലാത്ത നജസ് എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഹംറ് മറ്റൊന്നിന്റെ കൂടെ ചേർന്നത്, അത് രണ്ടും വ്യക്തമായാൽ ദവാഅൻ നാഫിഅ, അത് ഉപകാരപ്പെടുന്ന മരുന്നാണ് എന്ന് വ്യക്തമായാൽ അത് പറ്റും. വക്കദാ ഖത്ഉ നഹ്വി യദിഹി അൽ മുതഅക്കിലത്തി, ഈ ചില കഴി മുറിക്കൽ അനുവദനീയമാണ്. അൽ മുതഅക്കിലത്തി എന്ന് പറഞ്ഞാൽ അത് പഴുപ്പ് കയറിയിട്ട് മേലോട്ട് കയറാൻ സാധ്യതയുള്ള അവസ്ഥ ഉണ്ട്, അവിടെ മുറിക്കൽ അനുവദനീയമാണ്. വ ഇസാലത്തു അഖ്ലിഹി ലിദാലിക്, അതിനുവേണ്ടി ബുദ്ധി നീക്കുക എന്ന് പറഞ്ഞാൽ സഡേഷൻ കൊടുക്കുമല്ലോ, മയക്കുക എന്ന് പറയില്ല, അത് അനുവദനീയമാണ്. വ യജൂസു തദാവി, ചികിത്സിക്കൽ അനുവദനീയമാണ്. ബിദ്ദമി, രക്തം കൊണ്ട്, ദമ് രക്തം, തദാവി ചികിത്സിക്കൽ, ജൂസു തദാവി ബിദ്ദമി, രക്തം കൊണ്ട് ചികിത്സിക്കൽ അനുവദനീയമാണ്. വൈൻകാന നജസൻ യഹ്റുമു തനാവുലുഹു, ആ രക്തം ഉപയോഗിക്കൽ, തനാവുൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കൽ, തനാവുലുഹു യഹ്റുമു തനാവുലുഹു, ഉപയോഗിക്കൽ ഹറാമായ നജസാണെങ്കിൽ തന്നെയും ആ ദമു കൊണ്ട്, രക്തം കൊണ്ട് ചികിത്സിക്കാം. അതല്ലാതെ അനാവശ്യമായിട്ട് അങ്ങനെ എന്താൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. വഅഖ്ദുഹു ഇൻദൽ ലറൂറത്തി, വഅഖ്ദുഹു രക്തം എടുക്കൽ, ഇൻദൽ ലറൂറത്തി അനിവാര്യ ഘട്ടങ്ങളിൽ രക്തം എടുക്കൽ അനുവദനീയമാണ്. ബിഖദരിൻ ലാ യുദിറു ബിസ്വാഹിബിഹി, അതിന്റെ വക്താവിന് ബുദ്ധിമുട്ടാക്കാത്ത അളവിൽ, കൊടുക്കുന്ന ആൾ അതുകൊണ്ട് മരണപ്പെട്ടു പോവുകയോ രോഗിയാവുകയോ ചെയ്യരുത്. ബിഖദരിൻ ഒരളവിൽ, ലാ യുദിറു ബിസ്വാഹിബിഹി ആ വക്താവിന് അത് പ്രയാസം തീർക്കാത്ത അളവിൽ. വയജൂസു അനുവദനീയമാണ് സറഉ ഉളുവിൻ സിനാഇൻ, ഒരു അവയവം വെച്ചു പിടിപ്പിക്കുക, സറ എന്ന് പറഞ്ഞാൽ വെച്ചു പിടിപ്പിക്കുക, ഉളുവിൻ അവയവം, സിനാഇൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നിർമ്മിച്ച ഒറിജിനൽ അല്ലാത്ത, ബിക്കുല്ലി ത്വാഹിരിൻ ശുദ്ധിയുള്ള വസ്തു കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, അതായത് ഉണ്ടാക്കിയിട്ടുള്ള അവയവം, അത് ഉപയോഗിക്കാം. വസറു ഉളുവിൻ, അതുപോലെ അവയവം വെച്ച് പിടിപ്പിക്കുക, ഹയവാനിൻ, വസറു ഉളുവി ഹയവാനിൻ ഒരു ജീവിയുടെ അവയവം വെച്ച് പിടിപ്പിക്കൽ അനുവദനീയമാണ്. മഅ്കൂലിൻ ബഅദ ദക്കാത്തിഹി, അറുത്തതിന് ശേഷം ഭക്ഷിക്കപ്പെടാൻ പറ്റുന്ന ജീവിയുടെ അവയവം ഉപയോഗപ്പെടുത്താം. വസ്തിഖ്ദാമു ഉളുവിൻ നജസ്സിൻ ഇൻദൽ ലറൂറത്തി, അനിവാര്യ ഘട്ടങ്ങൾ, ലറൂറത്ത് ഇൻദൽ ലറൂറത്തി അനിവാര്യ ഘട്ടങ്ങളിൽ നജസ്സായ ഒരു അവയവം ഇസ്തിഖ്ദാം ഉപയോഗപ്പെടുത്തൽ അനുവദനീയമാണ്. തർക്കിയു, അതുപോലെ തുന്നൽ, തുന്നിപ്പിടിപ്പിക്കുക, തഴവീലു അല്ലെങ്കിൽ ഒന്നിന് പകരം മറ്റൊന്ന് വെക്കുക, ബിഉളുവി ആദമീൻ ഒരു മനുഷ്യന്റെ മറ്റൊരു അവയവം വെച്ചു പിടിപ്പിക്കുക, മയ്യത്തായ മറ്റൊരു മരിച്ച മനുഷ്യന്റെ അവയവം വെച്ചു പിടിപ്പിക്കൽ അനുവദനീയമാണ്. ഇല്ലം യജിദു ഗൈറഹു, മറ്റു വഴിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ അവയവം മരണശേഷം ആ മനുഷ്യന്റെ ശരീരം കേടുവരുത്തരുത്, അതിനെ വികൃതമാക്കുകയൊന്നും ചെയ്യരുത്, അത് മനുഷ്യനോടുള്ള ആദരവ് നശിപ്പിക്കലാണ്. അപ്പൊ അനിവാര്യ ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താം, മറ്റു മാർഗങ്ങളില്ലാത്തപ്പോ ഉപയോഗപ്പെടുത്താം. വസുലു ഉളുവിൻ മുബാനിൻ മിൻ നഫ്സിഹി, വസുലു തുന്നിച്ചേർക്കുക, ഉളുവിൻ ഒരവയവം, മുബാനിൻ വേർപെടുത്തപ്പെട്ട ഒരവയവം, വിട്ടുപോയി, അറ്റുപോയി, ആ അവയവം തുന്നിച്ചേർക്കൽ, മിൻ നഫ്സിഹി സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ വേർപെട്ട ഒരു അവയവം എടുത്ത് തുന്നിച്ചേർക്ക, ബി മഹല്ലിഹി അതേ സ്ഥാനത്ത് തന്നെ തുന്നിച്ചേർക്കുക. വഖത്ഉ ബഅളിൻ മിൻ ജിസ്മിഹി, അതുപോലെ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിക്കുക, എന്തിന്, തർക്കീൻ അത് മറ്റൊരു സ്ഥലത്ത് തുന്നിച്ചേർക്കാൻ വേണ്ടി. ഇപ്പോഴുള്ള പല സർജറികളൊക്കെ ഉണ്ടല്ലോ, ഒരു ശരീരത്തിൽ കാണപ്പെടുന്ന, പുറത്ത് കാണുന്ന ഒരു ഭാഗത്ത് ഒരു ഭാഗം കട്ടായിപ്പോയി, ഒരു മാംസം കട്ടായിപ്പോയി, അത് മറ്റൊരു ഭാഗത്ത് നിന്ന് എടുത്തിട്ട് അവിടെ ചെയ്യാം. അപ്പൊ ഒരു വികൃതമായി പോകാതെ രക്ഷിക്കുക, അത്തരം സംഗതികൾ ചെയ്യാം, ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യാം. വലാക്കിൻ,
പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് യഹ്റുമു ഹറാമാണ് ഖത്ഉ ബഅദിഹി, ശരീരത്തിന്റെ ഒരു ഭാഗം മുറിക്കൽ, ലിസർഇഹി അത് വെച്ചു പിടിപ്പിക്കാൻ, ഫി ഇൻസാനിൻ ആഖർ മറ്റൊരാളുടെ ശരീരത്തിൽ വെച്ചു പിടിപ്പിക്കൽ ഹറാമാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരം വികൃതമാക്കി മറ്റൊരാളുടെ ശരീരം രക്ഷിക്കുക, അങ്ങനെ ചെയ്യരുത്. കാരണം അതൊരു ചൂഷണത്തിനുള്ള വഴിയാണല്ലോ. വലിയ ആളാണെങ്കിൽ അവർക്ക് ആരുടെ ശരീരത്തു നിന്നും എന്തും എടുക്കാം, അങ്ങനെ ഒരു അവസ്ഥ വരരുത്, അത് പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു മനുഷ്യന്റെ ഒരു ശരീരം മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, മുറിച്ച് കട്ട് ചെയ്യുക, ഒഴിവാക്കുക. അഖ്ദുഹു ലിനഫ്സിഹി മിൻ മഅസൂമിൻ, അതുപോലെ പിന്നെ സ്വന്തത്തിനു വേണ്ടി തന്നെ എടുക്കൽ, മിൻ മഅസൂമിൻ, അതായത് ഒരു പിന്നെ മനുഷ്യൻ മഅസൂമാണ്. മഅസൂം എന്ന് പറഞ്ഞാൽ അവൻ പവിത്രമാണ്. അങ്ങനെ പവിത്രമായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ എടുക്കലും സ്വന്തത്തിനു വേണ്ടി തന്നെ, അതായത് പിന്നെ ശരീരം ഒരിക്കലും അനാവശ്യമായി വികൃതമാക്കാൻ പറ്റില്ല, അതൊരിക്കലും കേടാക്കാനുള്ളതല്ല, അത് നശിപ്പിക്കാനുള്ളതല്ല, ആ ഒരു അർത്ഥത്തിൽ വരരുത്. ഇപ്പൊ മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും എന്ത് ചെയ്യരുത്, ഒരാളുടെ ശരീരം കേടുവരുത്തരുത്. അതാണ് ഇവിടെ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. വയ്യാദത്തുൽ മരീദ്, ഇനി രോഗിയെ സന്ദർശിക്കൽ, യുന്തബു സുന്നത്താണ്. ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ്. ഫഇൻ റജാ ഫി ഹയാത്തി ദഅ ലഹു വൻസറഫ, രണ്ട് രീതിയിലാണ് ഉണ്ടാകുക. ഒന്ന്, കേവലം രോഗമുണ്ട്, അത് ശിഫയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, രോഗം മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, മരണാസന്നനായിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഉണ്ടാകുക. ഫൈൻ റജാ ഫി ഹയാത്തിഹി, അദ്ദേഹം ജീവിക്കുമെന്ന് പ്രതീക്ഷയുള്ള അവസ്ഥയാണെങ്കിൽ ദഅലഹു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വൻസറഫ, വേഗം പിരിഞ്ഞു പോരും. ഒരാളുടെ ശരീരം അവിടുത്തെ നിന്ന് അയാളെ ബുദ്ധിമുട്ടിക്കരുത്. എന്നാൽ ഒരാൾക്ക് അവിടെ നിന്നാൽ ആശ്വാസം ഉണ്ടാകുന്ന സമയം മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിന്നു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാതെ എന്ത് ചെയ്യരുത്, ഒരാളെ അടുത്തു പോയി നിന്ന് വെയിറ്റ് ചെയ്ത് അവരെ കഷ്ടപ്പെടുത്തും. വയുസന്നു ഫി ദുആഇഹി, അങ്ങനെ ദുആ ചെയ്യുന്ന സമയത്ത് അവിടെ സുന്നത്താണ് അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർഷിൽ അലീം അൻ യശ്ഫിയക് എന്ന് പ്രാർത്ഥിക്കുക. മഹാനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, അർഷിന്റെ മഹത്തായ അർഷിന്റെ അധിപനായ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അൻ യശ്ഫിയക, നിങ്ങൾക്ക് രോഗശമനം ഉണ്ടാകാൻ. ഈ ദിക്ർ 7 വട്ടം ചൊല്ലല്, സബഅ മറാത്തിൻ 7 വട്ടം ചൊല്ലൽ സുന്നത്താണ്. ഇനി രണ്ടാമത്തത് ഏതാണ്? വൈൻ ഖാഫ അലൈഹിൽ മൗത, മരണം ഭയപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ റഗബഹു ഫി തൗബത്തി, തൗബക്ക് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക. വൽ വസിയ്യത്തി, അതുപോലെ വസിയ്യത്തിന് പ്രോത്സാഹിപ്പിക്കുക. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്റെ സ്വത്തിന്റെ വിഷയത്തിലും മറ്റു ഉത്തരവാദിത്തത്തിന്റെ വിഷയത്തിലും ഒക്കെ വസിയ്യത്ത് എഴുതി വെക്കുക, ഉപദേശം എഴുതി വെക്കുക, ഉപദേശം തയ്യാറാക്കുക. വറജ്ജാഹു ഫി റഹ്മത്തില്ലാഹി, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നല്ല പ്രതീക്ഷ കൊടുക്കുക. അള്ളാഹു കരുണ ചെയ്യുന്നവനാണെന്ന ആ ബോധം അദ്ദേഹത്തിന് പ്രതീക്ഷ കൊടുക്കുക. വയുക്റഹു, കറാഹത്താണ് ഇത്വാലത്തുൽ മുക്സി ഇൻദഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ദീർഘസമയം വെയിറ്റ് ചെയ്യുക, ദീർഘസമയം അദ്ദേഹത്തിന്റെ അടുത്ത് കഴിഞ്ഞുകൂടുക. അതെന്താണ് മുക്സ്, അവിടെ താമസിക്കുക, അവിടെ തന്നെ കഴിയുക. ഇത്വാലത്ത് തന്നെ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക. ബിലാഹാജത്തിന്, ആവശ്യമില്ലാതെ. അദ്ദേഹത്തിന് അതൊരു ആവശ്യമാണെങ്കിൽ ചെയ്യാം, അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുക. വെക്കത അയ്യ, ചിലപ്പോ ചില സമയത്ത് നമ്മളെ ഇഷ്ടപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നമ്മളോട് വലിയ ബഹുമാനോ സന്തോഷമുള്ള ആളാണ്, നമ്മൾ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയാണ്, മനസ്സമാധാനമാണ്. അത്തരം സമയത്ത് നമുക്ക് പറ്റുന്ന സമയമാണെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ ഒരു രോഗിന്റെ അടുത്ത് അധിക സമയം നിൽക്കാൻ പാടില്ല. വെക്കത അയ്യാദത്തുൽ ഫാസിഖ്, അതുപോലെ ഫാസിഖ്, എപ്പോഴും തമ്മാടിത്തം പരസ്യമായി പബ്ലിക്കിൽ ചെയ്യുന്ന ഒരു ഫാസിഖ്, അവന് രോഗസന്ദർശനം നടത്താൻ പാടില്ല. അത് കറാഹത്താണ്. കാരണം അത് ഒരു പ്രോത്സാഹനമായിട്ട് മാറുമെങ്കിൽ ചെയ്യരുത്. വൽ മുബ്തദി, ഇസ്ലാമിൽ മുബ്തദി ആയിട്ടുള്ള കക്ഷികൾ, ഇപ്പൊ നമ്മളെ ദീനിൽ സ്വഹാബത്തൊക്കെ കൊണ്ടുവന്ന് പഠിപ്പിച്ച ദീൻ, അതാണല്ലോ സുന്നത്ത് ജമാഅത്ത്, സുന്നികൾ എന്നൊക്കെ പറയുന്നത്. ഇതല്ലാത്ത ബിദ്അത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മോശമായി വിശ്വസിക്കുന്നവർ, അള്ളാഹുവിലുള്ള വിശ്വാസം കളങ്കപ്പെടുത്തി വിശ്വസിക്കുന്നവർ, ഈ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് ഒക്കെ പോലെയുള്ള സാധനങ്ങളൊക്കെ, അതൊക്കെ ഇസ്ലാമിൽ പുതിയത് കൊണ്ടുവന്നവരാണ്. അത് ഭയങ്കര അപകടമാണ്. ശരിയായ ഇസ്ലാമിന് ഭയങ്കര അപകടം വരുത്തുന്ന ഒരു സംഗതിയാണ്.
ഈ വിശ്വാസക്കാർക്ക് അവരുടെ പൂർവികരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അപ്പൊ നമ്മളെ പൂർവികരായ ഒരുപാട് സ്വാലിഹീങ്ങൾ, ഇമാമിയങ്ങൾ, ഈ ഇമാമിയങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതും നമുക്ക് മതം ഉണ്ടാകുന്നത്. ആ ഇമാമിയങ്ങൾ അവർ കഠിനാധ്വാനം ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ നല്ല ആദർശം വിശ്വസിക്കാനും എത്തിപ്പെടാനൊക്കെ പറ്റിയത്. അവരെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നതാണ് ഇവരുടെയൊക്കെ വിശ്വാസപ്രകാരം വരിക. എല്ലാ ഇമാമിയങ്ങളും അവരുടെയൊക്കെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കിയാൽ ഇവർ ഈ പറയപ്പെട്ട കക്ഷികളുടെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ഇസ്ലാം നിന്ന് പുറത്താന്ന് വിശ്വസിക്കുന്ന അവസ്ഥ വരും. ഇപ്പൊ നിലവിലൊരു ഇസ്ലാം ഇല്ല എന്ന് വരുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെ ഉള്ള ഒരു അപകടകരമായ അവസ്ഥ കൊണ്ടുവരുന്നവരാണ് മുബുത്തതയും. അവരെ കൂടെ കൂടുന്ന സമയത്ത്, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന സമയത്ത് മതമാണ് നശിച്ചു പോകുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കരുത്. അത് മറ്റൊരു വിവാദമോ ബഹളമോ ആക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുക അത്തരം സംഗതികൾ. വൈക്റാഹുൽ മരീദി, അതുപോലെ രോഗിയെ നിർബന്ധിക്കുക, അല ദവാഇൻ, മരുന്നിനോ ത്വാമിനോ അല്ലെ ഭക്ഷണം കഴിക്കാനും മരുന്ന് കഴിക്കാനും നിർബന്ധിക്കരുത്. പ്രോത്സാഹിപ്പിക്കുക, സഹായിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അത്തരം സംഗതികൾ കറാഹത്താണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് മരണാസന്നനായ അല്ല മുഹ്തദർ, ഈ മരണാസന്നനായ ആൾക്കാർക്ക് ചെയ്യുന്ന സർവീസ്, ഖിദ്മത്ത് എന്താണ്? ഒരാൾ മരണാസന്നനായാൽ ഉജ്ജിഹലിൽ ഖിബിലയിലേക്ക് തിരിച്ചു കടത്തി കൊടുക്കുക. വലുഖിന ഷഹാദത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കൊടുക്കുക. ഇലാ ഇലഹ നിർബന്ധിക്കുക, ചെല്ല് എന്ന് പറയരുത്, നിർബന്ധിക്കാതെ അടുത്തു വെച്ച് ചൊല്ലിക്കൊടുക്കുക. ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണാസന്നരായ ആൾക്കാർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വയുഖ്റഉ, ഈ റിവായത്ത് ഏതാണ് എന്ന് നമുക്കറിയാം. ഇതിന്റെ ഈ ഭാഗത്ത് ഇവിടെ സ്വഹീഹ് മുസ്ലിമിന്റെ റിവായത്താണ്. പിന്നെ വയുഖ്റഉ ഇൻദഹു, ഈ മരണാസന്നനായ ആൾക്കാരുടെ അടുക്കൽ വെച്ച് ഓതണം സൂറത്തു യാസീൻ സൂറത്ത് ഓതണം. അപ്പൊ മരണാസന്നനായ ആൾക്കാരുടെ അടുക്കൽ വെച്ചും മരണപ്പെട്ടവരുടെ അടുക്കൽ വെച്ചും യാസീൻ സൂറത്ത് ഓതണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസ്, ഇഖ്റഉ യാസീൻ, സൂറത്ത് യാസീൻ നിങ്ങൾ ഓതണം, അലാ മൗതാക്കും, നിങ്ങളുടെ മരണാസന്നരായ ആൾക്കാരുടെ അടുക്കൽ എന്നും ഇതിന് അർത്ഥമുണ്ട്. പിന്നെ മരണപ്പെട്ടതിന് ശേഷവും അവർക്ക് ഖുർആൻ ഓതുമ്പോൾ റഹ്മത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ? അപ്പൊ ഖുർആൻ അവരുടെ അടുക്കൽ വെച്ച് റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങും. റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങൽ ഒരു മരണപ്പെട്ട ഒരാൾക്ക് ഏറെ ഉപകാരം ചെയ്യുന്നതല്ലേ? അപ്പൊ അത് വേണം. ഇത് ഹദീസിലൊക്കെ കാണാം. അപ്പൊ യുജറു മാഅൻ, വെള്ളം ഇങ്ങനെ കുറേശ്ശെ കൊടുക്കുക. കുറേശ്ശെ കൊടുക്കുന്നതിനാണ് യുജറു എന്ന് പറയുക, തൊട്ടു കൊടുക്കുക എന്ന് പറയും നമ്മളെ. അപ്പൊ യുജറു മാഅൻ ബാരിദൻ, തണുത്ത വെള്ളം കുറേശ്ശെ കൊടുക്കുക. വലാ യഖ്റുബു മിൻഹുൽ ഹായിളു വൽ ജുനുബു, ഈ മരണാസന്നരായ ആൾക്കാരുടെ അടുക്കല് ഈ മെൻസസ് ഉള്ളവരോ അല്ലെങ്കിൽ വലിയ ശുദ്ധിയുള്ളവരോ അടുത്ത് നിൽക്കരുത്. റഹ്മത്തിന്റെ മലായിക്കത്ത് അകലുമല്ലോ. അപ്പൊ അതവർക്ക് ബുദ്ധിമുട്ടല്ലേ? ഫൈദ മാത്ത ഗുമ്മിളത്ത് ഐന, ഇനി ഒരാൾ മരണപ്പെട്ടാൽ ഉടൻ എന്ത് ചെയ്യണം? കണ്ണ് പൂട്ടിച്ചു കൊടുക്കണം. ഫൈദ മാത്ത, മരണപ്പെട്ടാൽ ഗുമ്മിളത്ത്, ചുമ്മിച്ചു കൊടുക്കുക, ഐനാഹു, രണ്ട് കണ്ണ്. അതുപോലെ ഫയുസന്നു, ആ സമയത്ത് എന്ത് പറയാ? അയ്യഖൂല, പറയൽ സുന്നത്താണ്, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. വശുദ്ധ ലഹിയാഹു, രണ്ട് താടി ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഒരു ശീല എടുത്തിട്ട് താടി കെട്ടിക്കൊടുക്കുക. വലുയ്യനത്ത് മഫാസുലുഹു, അതായത് വായ് തുറന്നു പോകാതിരിക്കാനാണ് താടി കെട്ടിക്കൊടുക്കുന്നത്. വലുയ്യനത്ത് മഫാസുലുഹു, കെണിപ്പുകൾ മയപ്പെടുത്തി കൊടുക്കുക. എല്ലാ കണിപ്പും, വിരലുകൾ, മുട്ട്, തോള്, അതായത് വിരലുകൾ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക, മണിബന്ധം ഇങ്ങനെ ആക്കി കൊടുക്കുക, ഒരു 3 തവണ ഇങ്ങനെ ചലിപ്പിച്ചു കൊടുക്കുക, കൈ ഇങ്ങനെ ചലിപ്പിച്ചു കൊടുക്കുക, പിന്നെ ഇതിനു വേണ്ടി ഇങ്ങനെ ചലിപ്പിച്ചു കൊടുക്കുക, അതുപോലെ കഴുത്ത് ചലിപ്പിച്ചു കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ഊരക്ക് വേണ്ടി മൊത്തത്തിൽ ബോഡി ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. പിന്നെ കാലിന്റെ മുട്ട്, കാലിന്റെ ഞെരിയാണി, വിരലുകൾ, എല്ലാ കണിപ്പുകളും 3 വട്ടം ചലിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ മയപ്പെടുത്തി കൊടുക്കുക. വസ്ത്രം ഊരിക്കൊടുക്കുക.
വസുത്തിറ ബദനുഹു, ശരീരം മറക്കുക, ബിസൗബിൻ റഖീഖിൻ, ഒരു നേരിയ വസ്ത്രം കൊണ്ട് ശരീരം മറക്കുക. വവുദിയ അല ബത്നിഹി, അതുപോലെ വയറിന്റെ മുകളിൽ വെക്കുക, ഷൈഉൻ സഖീലുൻ, അല്പ ഭാരമുള്ള ഒരു സോപ്പും കഷണോ അല്ലെങ്കിൽ അങ്ങനെ അധികം ഭാരമുള്ള, അതിൽ കുറച്ച് ഭാരമുള്ള ഒരു സാധനം വെച്ചു കൊടുക്കുക, അതായത് വയറ്റിലുള്ള പുറത്തേക്ക് പോകാൻ സൗകര്യത്തിന്. വവുദിയ അല നഹ്വി സരീരിൻ, ഒരു വവുദിയ അല നഹ്വി സരീരിൻ, വവുദിയ അല ബത്നിഹി, വയറിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക, ഷൈഉൻ സഖീലുൻ, അല്പം ഭാരമുള്ളത്. വവുദിയ അല നഹ്വി സരീരിൻ, കട്ടിൽ പോലത്തതിന്റെ മുകളിൽ വെക്കുക മയ്യത്ത്. ബിലാ ഫിറാഷിൽ, വിരിപ്പില്ലാതെ വെറും കട്ടിലിന്റെ മുകളിൽ കിടത്തുകയാണ് നല്ലത്. മുവജ്ജഹൻ ലിൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് തിരിച്ചിട്ട്. വയുബാദറു ബി ഖളാഇ ദൈനിഹി, വയുബാദറു, എത്രയും പെട്ടെന്ന് ചെയ്യുക, ബി ഖളാഇ ദൈനിഹി, കടം വീട്ടുക. വതൻഫീദി വസിയ്യത്തിഹി, വസിയ്യത്ത് നടപ്പിലാക്കുക. വതജ്ഹീസിഹി, മയ്യത്ത് പരിപാലനം ഉടനെ ചെയ്യുക. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ചെയ്യുക. ഇതാണ് ഒരു മരണാസന്നനായ ആൾക്കാർ എത്തിയാൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ജിറാഹത്തുൽ മയ്യിത്ത്, ഇനി മയ്യത്തിന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വിഷയമാണ് ഇനി സംസാരിക്കുന്നത്. അൽ മയ്യിത്തു ബി ജമീ അജ്സാഹി മുഹ്തറമ, മയ്യിത്ത് ബി ജമീ അജ്സാഇഹി, മൊത്തത്തിൽ, ജുസ് അജ്സ, എല്ലാ ഭാഗവും, മുഹ്തറമുൻ, അത് ആദരണീയമാണ്, മയ്യിത്ത് ആദരിക്കപ്പെടണം. ഫലാ യുഫ്അലു ബിഹി ശൈഉൻ ഫീഹി ഇന്തിഹാഖു ഹുർമത്തിഹി, ഫലാ യുഫ്അലു, പ്രവർത്തിക്കാൻ പാടില്ല, ബിഹി, മയ്യത്തിൽ, ഷൈഉൻ, ഒരു കാര്യവും, ഫീഹി ഇന്തിഹാഖു ഹുർമത്തിഹി, അതിന്റെ ആദരണീയത, ബഹുമാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നും ചെയ്യരുത്. അപ്പൊ മയ്യത്തിന്റെ ബഹുമാനത്തിന് കേടുവരുന്ന ഒരു സാധനവും മയ്യത്തിൽ ചെയ്യരുത് എന്ന് വന്നാൽ ഫയുക്റഹു, കറാഹത്താണ്, അഖ്ദു ഷൈഇൻ മിൻ ശഅരിഹി, മുടി എടുക്കുക, വളുഫ്രിഹി, നഖ എടുക്കുക, ബിലാ ഹാജത്തിന്, ആവശ്യമില്ലാതെ, അത്യാവശ്യത്തിനല്ലാതെ നഖം, മുടി പോലെയുള്ളത് എടുത്ത് നീക്കരുത്. വയഹ്റുമു ജിറാഹത്തുഹു, മുറിവ് ഉണ്ടാക്കല് ഹറാമാണ്, ബിലാ ലറൂറത്തിൻ, അനിവാര്യതയില്ല. വലോ ബിൽ ഖത്നി, അത് സുന്നത്തല്യാണം ചെയ്തിട്ടില്ല എന്നാ അതിപ്പോ ചെയ്യരുത്. വയജിബു ശഖ്ഖു ബത്നി ബാലി മാലൽ ഗൈർ, ബാലിഇൻ മാലൽ ഗൈരി ലിഇഖ്റാജിഹി ഹൈതു ത്വലബഹു, വയജിബു, നിർബന്ധമാകും, ശഖ്ഖ്, കീറുക, ഓപ്പറേഷൻ ചെയ്യുക, ബത്നി വയറ്, ബാലിഇ, വിഴുങ്ങിയ ആളുടെ വയർ, മാലൽ ഗൈരി, മറ്റൊരാളുടെ സ്വത്ത്, ലിഇഖ്റാജിഹി, അത് പുറത്തെടുക്കാൻ, ഹൈസു ത്വലബഹു, അദ്ദേഹം അന്വേഷിച്ചാൽ, അദ്ദേഹം ആവശ്യപ്പെട്ടാൽ. എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു സ്വർണം വിഴുങ്ങി, ഒരിക്കലും ഇല്ലീഗൽ ആയിട്ടുള്ള സാമ്പത്തികമായുള്ള പ്രോസസ്സുകൾ ആരും ചെയ്യരുത്. എന്നാൽ ഒരാള് സ്വർണം വിഴുങ്ങി, ഇത് മറ്റൊരാളുടെ സ്വർണ്ണാണ്, അയാൾ പറഞ്ഞു, ഇയാൾ മരണപ്പെട്ടു, അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് ആ സ്വർണം വേണം, എന്നാൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓപ്പറേഷൻ ചെയ്തിട്ട് ആ സ്വർണം എടുത്തു കൊടുക്കൽ നിർബന്ധമാണ്. ബത്നി ഹാമിലിൻ, ഗർഭിണിയുടെ വയറ് മരണപ്പെട്ടതിന് ശേഷമാണെങ്കിലും അത് കീറൽ നിർബന്ധമാണ്. എപ്പോ, ലിഇഖ്റാജി ജനീനിഹ, വയറ്റിലെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ, ഹൈതു റുജിയത്ത് ഹയാത്തുഹു, അതിന്റെ ജീവൻ പ്രതീക്ഷയുണ്ടെങ്കിൽ, അതായത് കുഞ്ഞ് മരിച്ചിട്ടില്ല, ഗർഭിണി മരണപ്പെട്ടു, എന്നാൽ അവർ ഓപ്പറേഷൻ ചെയ്തിട്ട് കുഞ്ഞിനെ എടുക്കണം. ഫൈലം തുർജ, ഇനി ജീവിക്കുമെന്ന് പ്രതീക്ഷയില്ല, എന്നാൽ ഉഖിറ ദഫ്നുഹ, അതിനെ മറമാടുന്നത് അല്പം താമസിപ്പിക്കുക. എന്തിന്, ഹത്താ യമൂത്ത, മരണം ഉറപ്പാകുന്നവരെ, ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യുക, അത് ചെയ്യണം. വലൗലം യൻഖതി ഖുറൂജുൻ നജാസത്തി, ഇനി നജസ് പുറപ്പെടൽ നിൽക്കുന്നില്ല, വലൗലം യൻഖതി, നിൽക്കാതിരുന്നാൽ, ഖുറൂജുൻ നജാസത്തി, നജസ് പുറപ്പെടുന്നത് നിൽക്കാതിരുന്നാൽ, മിനൽ ഫത്ഖി, ഒരു കീറിൽ നിന്ന്, ഒരു മുറിവുണ്ടായിട്ടുണ്ട് ശരീരത്തിൽ മയ്യത്തിന്റെ, ആ മുറിവിൽ നിന്ന് ബ്ലഡ് നിൽക്കുന്നില്ല, എന്നാൽ അതെന്ത് ചെയ്യണം, ഇല്ലാ ബിൽ ഖിയാത്തത്തി, തുന്നിയാൽ അല്ലാതെ നിൽക്കുന്നില്ല, എന്നാ വജബത്ത്, തുന്നൽ നിർബന്ധമാണ്. അതുപോലെ തശ്രീഹുൽ ജുസ്സത്തി, ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യൽ പാടില്ല. തശ്രീഹുൽ ജുസ്സത്തി, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുക, ലി തഹ്ദീദി സബബിൽ മൗത്തി, മരണകാരണം വ്യക്തമാകാൻ, ഔ ഗൈരിഹി, അല്ലെങ്കിൽ മറ്റു കാരണത്തിന് വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്യൽ ഹറാമാണ്.
ഇല്ലാ ലിത്തുറാരി ഇതാഅത്തി ഖവാനീനിൽ ഹുക്കൂമത്തി, ഗവൺമെന്റിന്റെ നിയമം അനുസരിക്കാൻ വേണ്ടി അല്ലാതെ. ഗവൺമെന്റിലെ നിർബന്ധമാണെങ്കിൽ അപ്പൊ അത് ചെയ്യൽ നിർബന്ധമാണ്, അല്ലാതെ ചെയ്യൽ ഹറാമാണ്. ഇല്ലാ ലിത്തുറാർ, നിർബന്ധാവസ്ഥക്കല്ലാതെ, ഇതാഅത്ത് അനുസരിക്കൽ, ഖവാനീൻ ഖാനൂന് ഖവാനീൻ റൂൾസ്, അൽ ഹുക്കൂമത്ത് ഗവൺമെന്റ് റൂൾസ് അനുസരിക്കാനുള്ള നിർബന്ധത്തിന് വേണ്ടി അല്ലാതെ എന്ത് ചെയ്യരുത്, അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, മനുഷ്യന്റെ ശരീരം പിച്ചി ചീന്തരുത് എന്നർത്ഥം. ഇനി തദ്രീബാത്ത് കൂടി നമുക്ക് പഠിക്കാം. നഖ്റഉ വ നസ്തൗഇബുൽ മഅന, നഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക, നസ്തൗഇബ് മനസ്സിലാക്കുക, അൽ മഅന ആശയം മനസ്സിലാക്കുക. തദാവൗ ഫഇന്ന അല്ലാഹ തആല ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ദവാഅൻ ഇല്ലൽ ഹറം. നിങ്ങൾ ചികിത്സിക്കണം, വാർദ്ധക്യമല്ലാത്ത ഒരു രോഗവും മരുന്നില്ലാതെ അള്ളാഹു ഇറക്കിയിട്ടില്ല. ഇതാണ് അതിന്റെ ആശയം. തദാവു നിങ്ങൾ ചികിത്സിക്കൂ, ഫഇന്ന അല്ലാഹ അല്ലാഹു തആല ലം യളഅ ദാഅൻ ഒരു രോഗം ഇറക്കിയിട്ടില്ല, ഇല്ലാ വളഅ ലഹു ദവാഅൻ അതിന് മരുന്ന് ഇറക്കിയിട്ടല്ലാതെ, ഇല്ലൽ ഹറം വാർദ്ധക്യം ഒഴികെ. അപ്പൊ മരണമല്ലാത്ത എല്ലാറ്റിനും മരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം. ഇതാണ് ഈ ആശയം. നസ്തഹ്ദിറു മിനദ്ദാക്കിറ, ഓർമ്മയിൽ നിന്ന് ഓർത്തെടുക്കുക. അല്ലാഹുമ്മ റബ്ബൻ നാസി അദ്ഹിബിൽ ബഅസ വഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അസ്അലുല്ലാഹൽ അലീം, ഇത് നിങ്ങൾ കണ്ടത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇതാണ് അല്ലാഹുമ്മ റബ്ബൻ നാസി അദ്ഹിബിൽ ബഅസ വഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. ഇനി അടുത്തത് ഏതാ? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. ഇനി ചോദ്യോത്തരം. നക്തഷിഫുൽ ഇജാബാത്ത്, ഉത്തരങ്ങൾ കണ്ടെത്തുക. മാ ഹുക്മു ഖബൂലു തുബ്ബിൽ കാഫിരി, അവിശ്വാസിയുടെ തീരുമാനം സ്വീകരിക്കുന്നതിന്റെ വിധി എന്താണ്? ജായിസ്, വിശ്വാസിയുടെ ചികിത്സ സ്വീകരിക്കുന്നതിന്റെ വിധി എന്താണ്? ജായിസ്. വയജൂസു ഖബൂലു തുബ്ബിൽ കാഫിരി വസ്ഫിഹി, ഒരു അവിശ്വാസിയായ ഡോക്ടറുടെ ചികിത്സ സ്വീകരിക്കുന്നതും അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ സ്വീകരിക്കുന്നതും അനുവദനീയമാണ്. മതം മറ്റൊന്നായതിന്റെ പേരിൽ ഇസ്ലാമിൽ അങ്ങനെ വിരോധങ്ങളില്ല. മാതാ യുസന്നുലി ആയതിൽ മരീദ് ഇദാ റജാ ഫി ഹയാത്തിഹി, ഈ രോഗസന്ദർശകന് ഈ രോഗിക്ക് ജീവൻ പ്രതീക്ഷയുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മാതാ യുസന്നു, എന്തൊക്കെയാണ് സുന്നത്ത്? ലിയായതിൻ, രോഗസന്ദർശകന്, അൽ മരീദ്, രോഗിയെ സന്ദർശിക്കുന്ന ആൾ, ഇദാ റജാ ഫി ഹയാത്തിഹി, അദ്ദേഹത്തിന്റെ ജീവിതം പ്രതീക്ഷയുണ്ടെങ്കിൽ എന്താണ്, എന്തൊക്കെയാണ് സുന്നത്ത്? ഇൻ റജാ ഫി ഹയാത്തിഹി ദഅ ലഹു വൻസറഫ, ദഅ ലഹു വൻസറഫ, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം, എന്നിട്ട് പിരിഞ്ഞു പോരണം. ദുആ എന്താണ് ചെയ്യേണ്ടത് ശേഷം ആദ്യം പറഞ്ഞു. ദുആ ചെയ്ത് പിരിഞ്ഞു പോരണം. ഇനി മാതാ യുസന്നുലി ആഇദിൽ മരീദി ഇദാ ഖാഫ അലൈഹിൽ മൗത, ഒരു മരണം ഭയപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ എന്തൊക്കെയാണ് സുന്നത്ത്? മാതാ, എന്താണ് യുസന്നു സുന്നത്ത്? ചോദ്യത്തിന്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ എപ്പോഴും വായിക്കുമ്പോൾ വേഗം കഴിയും. എപ്പോഴും കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ചോദ്യവും പെട്ടെന്ന് മനസ്സിലാകും. ലിയാഇദിൽ മരീദ്, രോഗസന്ദർശകൻ എന്താണ് സുന്നത്ത്? ഇദാ ഖാഫ അലൈഹിൽ മൗത, ഇദാ ഖാഫ ഭയപ്പെട്ടാൽ, അലൈഹിൽ മൗത അവർക്ക് മരണം ഭയപ്പെട്ടാൽ എന്തൊക്കെയാണ് സുന്നത്ത്? വൈൻ ഖാഫ അലൈഹിൽ മൗത, അല്ലേ, മരണം ഭയപ്പെട്ടാൽ എന്തൊക്കെയാണ്? റഗബഹു ഫി തൗബത്തി വൽ വസിയ്യത്തി, വസിയ്യത്ത് ചെയ്യാനും തൗബ ചെയ്യാനും പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. വറജ്ജാഹു ഫി റഹ്മത്തില്ലാഹി, അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ നൽകുക.
ഇതാണ് ചെയ്യേണ്ടത്. ഇനി മാതാ യഖൂലു, എന്താണ് ചൊല്ലേണ്ടത്? മൈ യുഗമ്മിദു, ചുമ്മിച്ചു കൊടുക്കുന്ന ആൾ, കണ്ണ് ചുമ്മിക്കൊടുക്കുന്ന ആൾ, ഐനയിൽ മയ്യത്തി, മയ്യത്തിന്റെ രണ്ട് കണ്ണ് ചുമ്മിച്ചു കൊടുക്കുന്ന ഒരാൾ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ. فإذا مات غمضت عيناه فيسن أن يقول بسم الله وعلى ملة رسول الله. بسم الله وعلى ملة رسول الله എന്നാണ് ചൊല്ലേണ്ടത്. ഇനി നീ കൊണ്ടുവരിക ബിദലീൽ, തെളിവ്, അല സുന്നിയത്തിൽ ഖിറാഅത്തി, ഓതൽ സുന്നത്താണ്, ഇന്ദൽ മയ്യത്തി, മയ്യത്തിന്റെ അടുക്കൽ, വൈന്ദൽ മുഹ്തദർ, മരണാസന്നരായ അടുക്കൽ ഓതൽ സുന്നത്താണ് എന്ന് തെളിയിക്കുന്ന തെളിവ് കൊണ്ടുവരിക. തെളിവ് നമ്മൾ കണ്ടതാണല്ലോ. എന്തൊക്കെയാണ്? ഇഖ്റഉ യാസീൻ അലാ മൗതാക്കും, ഇഖ്റഉ യാസീൻ അലാ മൗതാക്കും, ഇതാണ് ഒരു തെളിവ്. ധാരാളം തെളിവുകൾ ഉണ്ട്. അതിൽ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു തെളിവാണത്. ഹൽ യജൂസു തശ്രീഹുൽ ജുസ്സത്തി, ഡെഡ് ബോഡി, ജുസ്സത്ത്, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യൽ അനുവദനീയമാണോ? അല്ല, ഹറാമാണ്. അനുവദനീയ അല്ല. ഇസ്തിഖ്ദാമു ഉളുവിൻ നജസിൻ, നജസായ, നസുലു ബിൽ മുനാസിബ്, അനുയോജ്യമായത് ചേർക്കുക. ഇസ്തിഖ്ദാം എന്നാണ് ഉപയോഗിക്കുക. ഉളുവ്, അവയവം, നജസിൻ, നജസായ, ഇന്ദൽ ലറൂറത്ത്, ലറൂറത്തിന്റെ സമയത്ത് നജസായ അവയവം ഉപയോഗപ്പെടുത്തൽ. പിന്നെന്താ ഉള്ളത്? ഖത്ഉ ബഅദിൻ മിൻ ജിസ്മിൻ മുസ്ലിമി, ഒരു മുസ്ലിമിന്റെ, ഒരു പൗരന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മുറിക്കൽ, ലിസറഇഹി ഫി ഇൻസാനിൻ ആഖർ, മറ്റൊരാളുടെ ശരീരത്തിൽ അത് വെച്ചു പിടിപ്പിക്കാൻ വേണ്ടി മുറിക്കൽ. ഇസ്തിഖ്ദാമു ഉളുവിൻ നജസിൻ ഇൻദൽ ലറൂറത്ത്, ലറൂറത്തിന്റെ സമയത്ത് ഒരു അവയവ ഉപയോഗപ്പെടുത്തുക, നജസായ അവയവ ഉപയോഗപ്പെടുത്തൽ എന്താണ്? ജായിസ് ആണ്, ജായിസ്. ഇനി ഖത്ഉ ബഅദിൻ മിൻ ജിസ്മിൽ മുസ്ലിമി, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മുറിക്കുക. എന്തിന്? ലിസറഇഹി ഫി ഇൻസാനിൻ ആഖർ, മറ്റൊരാളുടെ ശരീരത്തിൽ അത് വെച്ചു പിടിപ്പിക്കാൻ വേണ്ടി മുറിക്കൽ എന്താണ്? ഹറാമാണ്. ശഖ്ഖു ബത്നി ഹാമിലിൻ, ശഖ്ഖു ബത്നി ഹാമിലിൻ, ഗർഭിണിയുടെ വയറ് കീറൽ, റുജിയത്ത് ഹയാത്തു ജനീനിഹ, ആ ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ പ്രതീക്ഷയുണ്ടെങ്കിൽ, അവർ മരണപ്പെട്ടു, കുട്ടിയുടെ ഇതിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നിർബന്ധമാണ്, വാജിബാണ്. ഇനി എന്താണ്? അത്തദാവീലിൽ അംറാദ്, രോഗത്തിന് ചികിത്സിക്കൽ എന്താണ്? സുന്നത്താണ്. പിന്നെ അഖ്ദു ശൈഇൻ മിൻ ശഅരിൽ മയ്യിത്ത്, മയ്യത്തിന്റെ മുടിയെടുക്കൽ എന്താണ്? കറാഹത്താണ്, മുടിയെടുക്കല് കറാഹത്ത്. ഇനി എന്താണ്? അൽ വാജിബുൽ മന്ദിരി, ഹോംവർക്ക് എന്താണ്? നുഇദ്ദു മുദക്കിറത്തൻ, കുറിപ്പ് തയ്യാറാക്കുക. അൽ അഅമാലുൽ ഖൈരിയ്യത്തു ലിൽ മർളാ വൽ മൗത, രോഗിക്കും മരണപ്പെട്ടവർക്കും ചെയ്യാവുന്ന സൽപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യാവുന്നത്. രോഗസന്ദർശനം നടത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക. അതുപോലെ അവര് മരണാസന്നരാണെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് തൽഖീൻ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കൊടുക്കുക. മരണപ്പെട്ടാൽ കണ്ണ് ചുംബിച്ചു കൊടുക്കുക, കിണിപ്പുകൾ മയപ്പെടുത്തി കൊടുക്കുക, വസ്ത്രങ്ങൾ മാറ്റുക, എന്നിട്ട് ഒരു നേരിയ വസ്ത്രം ഇട്ട് കൊടുക്കുക, വസ്ത്രം കൊണ്ട് മൂടുക, ചെറിയൊരു ഭാരമുള്ളത് ഒരു ബാറ്റിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക, കിടത്തുന്നത് വിരിപ്പില്ലാതെ ഒരു കട്ടിലിന്റെ മുകളിൽ കിടത്തുക. പിന്നെ അതുപോലെ മറ്റു കുളിപ്പിക്കലും മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുക, മറമാടാൻ പങ്കെടുക്കുക, ഇതൊക്കെ എല്ലാറ്റിനും കൂടുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സമൂഹത്തിൽ പരസ്പര സ്നേഹബന്ധവും ബഹുമാനവും പരസ്പര ബഹുമാനവും സമൂഹത്തിന്റെ ഉന്നത നിലവാരമൊക്കെ നിലനിർത്താനുള്ള ഒരു മാനുഷിക മൂല്യമുള്ള പ്രവർത്തനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ മുതിർന്നു, വലിയ ക്ലാസ്സുകളിലെത്തി, ഇതൊക്കെ ഇപ്പോഴേ പരിശീലിക്കുകയും ഇത്തരം നന്മകളിലൊക്കെ നമ്മൾ അംഗമാകുകയും ചെയ്യണം. നമ്മളുമായി ബന്ധപ്പെട്ടവരൊക്കെ മരണപ്പെടും. അപ്പൊ പരസഹായം നമുക്ക് ആവശ്യമുണ്ട്.
അങ്ങനെ അതുകൊണ്ടും ഇനി ആരും ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ട് എന്നതിന്റെ പേരിൽ മാത്രമല്ല, പരസ്പരം മനുഷ്യരിൽ പരസ്പര ആദരവ്, പരസ്പര സ്നേഹം അത് നിലനിൽക്കാൻ ഈ രീതിയിൽ പെരുമാറൽ അനിവാര്യമാണ്.